കാണാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ വിപണി ആമസോണിനും വാൾമാർട്ടിനും പൂർണ്ണമായി തുറന്നു നൽകണമെന്ന് US. രാജ്യത്തെ ഇ-കൊമേഴ്സ് വിപണി അടുത്ത 6 വർഷത്തിനുള്ളിൽ 20% വളരുമെന്നും പ്രവചനം. $125 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ ഇ-കൊമേഴ്സ് വിപണിയിൽ US കമ്പനികളായ ആമസോണിനും വാൾമാർട്ടിനും പൂർണ്ണ പ്രവർത്തനാധികാരം നൽകണമെന്നാണ് USന്റെ ആവശ്യം. തത്തുല്യ തീരുവയിൽ നിന്നും ഒഴിവാക്കാൻ ഇന്ത്യയ്ക്ക് മുന്നിൽ US മുന്നോട്ടുവച്ച പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഇതാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ US ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ആമസോണും വാൾമാർട്ടും ഇന്ത്യയിൽ പ്രാദേശിക യൂണിറ്റുകൾ വഴിയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇൻവെന്ററി കൈവശം വെക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. 2006 മുതൽ ഇന്ത്യൻ റീറ്റെയിൽ വിപണിയിലേക്ക് US കമ്പനികൾ കടന്നുകയറാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നു. അതേസമയം US കമ്പനികൾക്ക് ഇന്ത്യൻ ഇ-കൊമേഴ്സ് മേഖലയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയാൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് അടക്കമുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് വെല്ലുവിളിയാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തെ 9 കോടിയിലേറെ വരുന്ന ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പിനും ഇത് ഭീഷണിയാണ്. അടുത്ത 6 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഇ-കൊമേഴ്സ് വിപണി 20% എന്ന വാർഷിക നിരക്കിൽ വളരുമെന്നും 2030 ആകുമ്പോഴേക്കും ഇത് ഏകദേശം $1325 ബില്യൺ എത്തുമെന്നും ഡെലോയിറ്റ് നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ മുൻനിര വാഹന നിർമ്മാതാക്കളുടെ വിപണി വിഹിതത്തിൽ വൻ ഇടിവ്. കാരണം മന്ദഗതിയിലുള്ള വിപണിയും കടുത്ത മത്സരവും. ഇന്ത്യയിലെ മുൻനിര പാസഞ്ചർ ഇരുചക്രവാഹന നിർമ്മാതാക്കൾക്ക് നടപ്പു സാമ്പത്തിക വർഷത്തിൽ വിപണി വിഹിതം വൻതോതിൽ ഇടിഞ്ഞു. പാസഞ്ചർ വാഹന വിഭാഗത്തിൽ മാരുതി സുസുക്കിയുടെയും ഹ്യുണ്ടായുടെയും വിഹിതം 12 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഹീറോ മോട്ടോകോർപ്പിന്റെ വിഹിതവും ഗണ്യമായി കുറഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ മന്ദഗതിയിലുള്ള വിപണി സാഹചര്യങ്ങൾക്കിടയിലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ടൊയോട്ട കിർലോസ്കറും നേട്ടങ്ങൾ രേഖപ്പെടുത്തി. പാസഞ്ചർ വാഹനങ്ങളുടെ വിൽപ്പനയിൽ ലോകത്തിലെ 3ാമത്തെയും ഇരുചക്രവാഹനങ്ങളുടെ ഏറ്റവും വലിയ വിപണിയുമാണ് ഇന്ത്യ. നടപ്പു സാമ്പത്തിക വർഷത്തിൽ മൊത്തം കയറ്റുമതി വെറും 2% മാത്രമാണ്. മാരുതി സുസുക്കിയുടെ വിഹിതം 40.9% കുറഞ്ഞു. നേട്ടമുണ്ടാക്കിയ കമ്പനികൾ പ്രധാനമായും ഡിമാൻഡുള്ള മോഡലുകളുടെ പിൻബലത്തിലാണ് ഇത് നേടിയത്. ഇത് ഉൽപ്പന്ന വിടവ് നികത്താൻ അവരെ സഹായിച്ചതായും ഗവേഷണ കൺസൾട്ടിംഗ് സ്ഥാപനമായ ക്രിസിൽ ഇന്റലിജൻസിലെ ഹേമൽ തക്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI-ക്ക് ഇപ്പോഴും ശരിയായ ഭാവനയില്ലെന്ന് ഗൂഗിൾ ഡീപ് മൈൻഡ് മേധാവി. മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിന്റെ കാലമാണ് ഇനി വരുന്നത്. 10 വർഷത്തിനുള്ളിൽ AGI യാഥാർത്ഥ്യമാകുമെന്നും CEO ഡെമിസ് ഹസാബിസ് അറിയിച്ചു. അടിസ്ഥാനപരമായി മനുഷ്യബുദ്ധിയെ അനുകരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ AGI. ഇന്നത്തെ ഇടുങ്ങിയ AI-യിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക മേഖലയിൽ മികവ് പുലർത്തുന്ന AGI ഒരു വ്യക്തിയെപ്പോലെ ചിന്തിക്കും. ഈ മുന്നേറ്റം ആരോഗ്യ സംരക്ഷണം മുതൽ സോഫ്റ്റ്വെയർ വികസനം, മാർക്കറ്റിംഗ്, ഉള്ളടക്ക നിർമ്മാണം എന്നിവയിൽ പോലും വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് ഗൂഗിൾ ഡീപ് മൈൻഡ് CEO ഡെമിസ് ഹസാബീസ് അറിയിച്ചത്. അടുത്ത 5 മുതൽ 10 വരെ വർഷത്തിനുള്ളിൽ ഇത് നിലവിൽ വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത്ഭുതകരമായ പുരോഗതികൾ ഉണ്ടായിട്ടും ഏറ്റവും ശക്തമായ ഭാഷാ മോഡലുകളും ഇമേജ് ജനറേറ്ററുകളും ഉൾപ്പെടെയുള്ള നിലവിലെ AI മോഡലുകൾ ഇപ്പോഴും അടിസ്ഥാനപരമായി നിലവിലുള്ള ഡാറ്റയിലെ പാറ്റേണുകളെയാണ് ആശ്രയിക്കുന്നത്. അവയ്ക്ക് റീമിക്സ് ചെയ്യാനും പുനർവ്യാഖ്യാനിക്കാനും കഴിയും. പക്ഷേ അവ മനുഷ്യരെ പോലെ സങ്കല്പിക്കുന്നില്ലെന്നും ഭാവനയില്ലെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷകനും നൊബേൽ സമ്മാന ജേതാവുമായ ഡെമിസ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ChatGPT-യും ഷോപ്പിഫൈയും ഇനി സംയോജിച്ച് പ്രവർത്തിക്കും. ഇതോടെ ChatGPT ഒരു ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാകും. ഓൺലൈൻ ഷോപ്പിംഗിനെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ChatGPT-യും ഷോപ്പിഫൈയും സംയോജിച്ച് പ്രവർത്തിക്കുന്നതോടെ ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്താൻ കഴിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ലഭ്യമായ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സംയോജനം സംഭവിച്ചാൽ ChatGPT ഉപയോക്താക്കൾക്ക് ഒരു ബാഹ്യ വെബ്സൈറ്റിലേക്ക് പോകാതെ തന്നെ അതേ പ്ലാറ്റ്ഫോം വഴി തന്നെ എല്ലാ ഷോപ്പിംഗ് പ്രക്രിയയും പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെ ഇത് ChatGPT-യെയും ഒരു ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാക്കി മാറ്റും. കൂടാതെ ഷോപ്പിഫൈയുടെ മെർച്ചന്റ് ഡാറ്റാബേസ് ChatGPT ഉപയോക്താക്കൾക്ക് തൽക്ഷണം ആക്സസ് ചെയ്യാനും കഴിയും. ഷോപ്പിഫൈ വ്യാപാരികൾ ChatGPT-യുടെ ഉപയോക്താക്കളിലേക്ക് കൂടി എത്തുന്നതോടെ ഓപ്പൺ AI ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായി മാറും. ഈ സംയോജനം ഉടനുണ്ടാകുമെന്നും ഉപയോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദവും ലളിതവുമായ ഷോപ്പിംഗ് അനുഭവം പ്രദാനം ചെയ്യുമെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
എളുപ്പത്തിൽ നികുതി അടയ്ക്കാൻ പുതിയ ഫീച്ചറുമായി ആദായ നികുതി വകുപ്പ്. ഇ-പേ ടാക്സ് എന്ന പുതിയ ഫീച്ചർ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലാണ് ഉപയോഗിക്കാൻ കഴിയുക. IT പോർട്ടലിൽ ലോഗിൻ ചെയ്യാതെയും പാസ്വേഡ് ഉപയോഗിക്കാതെയും ഉപയോക്താക്കൾക്ക് പണമടയ്ക്കാൻ പുതിയ ഫീച്ചറിലൂടെ സാധിക്കും. ഔദ്യോഗിക ഇ-ഫയലിംഗ് പോർട്ടലിൽ ഈ നവീകരണം അവതരിപ്പിച്ചതായും ഇത് പ്രക്രിയ എളുപ്പത്തിലാക്കുമെന്നും നികുതി വകുപ്പ് അറിയിപ്പിൽ പറഞ്ഞു. പുതിയ ഫീച്ചർ അനുസരിച്ച് നികുതിദായകനോട് ഒരു മൊബൈൽ നമ്പർ സഹിതം 2 തവണ പാൻ നമ്പർ നൽകാൻ ആവശ്യപ്പെടും. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കും. പേയ്മെന്റിന് ശേഷം നികുതിദായകന് പേയ്മെന്റ് അംഗീകരിച്ചുകൊണ്ട് ഒരു SMS-ഉം ഇമെയിലും ലഭിക്കും. പേയ്മെന്റ് രസീത് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.